ഹർദിക് പാണ്ഡ്യയെ ന്യായീകരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഹർദിക്കിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ RCB ആയിട്ടുള്ള മത്സരത്തിൽ ഹർദിക്കിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം. കാരണം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന പോലെ 221 റൺസാണ് ഈ പറയുന്ന RCB വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ അടിച്ചിരിക്കുന്നത്. 221-ന് 5 വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിഘ്നേഷ് പുത്തൂറിന് ഒരു ഓവർ കൊടുത്തിട്ടുണ്ട്, ഒറ്റ ഒരു ഓവർ, അതിനകത്ത് ഒരു വിക്കറ്റ്. അതായത് ദേവദത്തിൽ പടിക്കൽ നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്ന ദേവദത്ത് പടിക്കലിനെ വിക്കറ്റ് ആക്കിയതിന് ശേഷം അവിടെ ഒരു ബ്രേക്ക് ത്രൂ നൽകി വിഘ്നേഷ് പുത്തൂർ. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ഞാൻ ആ ബോളിംഗ് കാർഡ് ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ 57-ന് 2 വിക്കറ്റ്, ദീപക് ചഹർ 2 ഓവറിൽ 29, ബുംറ 4 ഓവറിൽ 29 റൺസ് നല്ലപോലെ എറിഞ്ഞു. വിൽ ജാക്സ് പവർ പ്ലേയിൽ എന്തിനോ വേണ്ടിയിട്ട് വിൽ ജാക്സിന് ഒരു ഓവർ കൊടുത്തിട്ടുണ്ട്, ഒരു ഓവറിൽ 10 റൺസ്. മിച്ചൽ സാറ്റ്നർ 4 ഓവറിൽ 40 റൺസ്, ഹർദിക് പാണ്ഡ്യ 4 ഓവറിൽ 45 റൺസ്, വിഘ്നേഷ് പുത്തൂർ 1 ഓവറിൽ 10 റൺസ്, 1 വിക്കറ്റ്. ഇവിടെ വിഘ്നേഷ് പുത്തൂറിന് ഒറ്റ ഒരു ഓവർ മാത്രം കൊടുത്ത തീരുമാനത്തോട് നിങ്ങൾ എങ്ങനെയാണ് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. കാരണം എത്രയോ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് കേട്ടോ. ഞാൻ താരതമ്യേന ഈ പറയുന്ന പോലെ നിങ്ങളെപ്പോലെ വലിയ ക്രിക്കറ്റ് നോളജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പണ്ഡിതനാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കോമൺ സെൻസ് ഉള്ളവന് ഈ പറയുന്ന പോലെ വിഘ്നേഷ് പുത്തൂറിന് ഓരോ ഓവർ കൊടുത്തതിൽ നിങ്ങൾ പറയണം അതിനകത്ത് ആ ഒരു തീരുമാനം നല്ലതായിരുന്നു എന്നുള്ളത്. 15-ാം ഓവർ ആയപ്പോഴത്തേനും ഇമ്പാക്ട് സബായിട്ട് രോഹിത്തിനെ ഇറക്കി ഓരോ ഓവർ എറിഞ്ഞിട്ടുള്ള വിഘ്നേഷ് പുത്തൂറിനെ ഈ പറയുന്ന പോലെ സബായിട്ട് ഔട്ട് കളയുകയും ചെയ്തു, വെളിയിൽ കളയുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എന്താണ് തീരുമാനം? ബാക്കിയുള്ള സാറ്റ്നറിന് 4 ഓവർ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാറ്റ്നറിന് 4 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ, അതും 14-ാമത്തെ ഓവറിന് മുമ്പ് തന്നെ സാറ്റ്നറിന്റെ 4 ഓവർ കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഇവിടെ 9-ാം ഓവറിൽ വിക്കറ്റ് കിട്ടിയ വിഘ്നേഷ് പുത്തൂറിന് പിന്നീട് ഒരു ഓവർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ് ഒരു ക്യാപ്റ്റൻ എടുത്തിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും, ബുംറ ഒഴികെ ബാക്കിയുള്ള എല്ലാ ബോളേഴ്സും 10-ന് മണ്ടയ്ക്കാണ് എക്കോണമി മേടിച്ചിട്ടുള്ളത്. സാറ്റ്നറിനൊക്കെ എന്തിനാണ്, വിൽ ജാക്സൺ എന്തിനാണെന്ന് പോലും അറിയാണ്ട് പവർ പ്ലേ ഓവർ കൊടുത്തു. ആ ഓവറിൽ ഈ പറഞ്ഞ വിഘ്നേഷ് പുത്തൂറിന് അവിടെ ഓവർ കൊടുക്കാമായിരുന്നു. പ്രോപ്പറായിട്ടുള്ള ബോളറിന് ഓവറില്ല, അതും വിക്കറ്റ് നേടിയിട്ടുള്ളൊരു ബോളറിന് ഓവറില്ല, ഒറ്റ ഓവർ 15-ാമത്തെ ഓവറിൽ സബ്ബായിട്ട് വെളി കളയുകയും ചെയ്തു. ഈ തീരുമാനത്തെ നിങ്ങൾ നിങ്ങൾ ഹർദിക് പാണ്ഡ്യയെ ന്യായീകരിക്കുന്നവർ പറയണേ, ന്യായം പറഞ്ഞുകൊണ്ട് വരണേ. നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ ന്യായം എന്താണെന്നുള്ളത് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേൾക്കുന്നവരെല്ലാവരും ഹർദിക് പാണ്ഡ്യ ന്യായീകരിക്കുന്നവരുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന എന്താണെന്നുള്ളത് നിങ്ങൾ കയറി നോക്കണം. എന്നിട്ട് പറയണം, ഞാനാണോ ഈ പറയുന്ന പോലെ ബേസിക് കോമൺ സെൻസ് ഇല്ലാത്ത ഞാനാണോ, അതോ ഈ കമൻറ്റ് ചെയ്യുന്ന ഹർദിക്കിനെ ന്യായീകരിക്കുന്നവരാണെന്നുള്ളത്.